ഞാൻ ചാനൽ മുറിയിൽ നിന്ന് വന്നൊരു രാഷ്ട്രീയക്കാരനല്ല. ഞാൻ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയായി വന്ന രാഷ്ട്രീയക്കാരനല്ല. ഞാൻ വന്നിട്ടുള്ളത് സാധാരണ ജനവിഭാഗങ്ങളോടൊപ്പം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നയാളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി പോരാട്ടച്ചൂടിലേക്കാണ്. പെരിന്തൽമണ്ണയിലെ VP മുഹമ്മദ് ഹനീഫ അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചുവെന്ന് പലരും പറയുന്നു. അപ്രതീക്ഷിതമല്ല, നേരത്തെ തന്നെ താങ്കളിലാണ് ഈ സ്ഥാനാർത്ഥി എത്തിയിരുന്നത്. ഏതായാലും എല്ലാവരും പറഞ്ഞത് ഇത് ഇവിടെ LDFന് വൻ വിജയപ്രതീക്ഷ ഉണ്ടെന്നാണ്. അത് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, DYFI നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോരാട്ടത്തിന് കറക്കുമ്പോൾ എങ്ങനെയാവും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ. സഖാവ് EMSന്റെ നാടുകൂടിയാണല്ലോ പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് പ്രകടമാകും. പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി പാർട്ടി സഖാക്കളെല്ലാം വലിയ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ കാണും. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന 2 ഗവൺമെന്റുകളുടെ 10 വർഷക്കാലം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വികസന മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ ഒരു കാലത്തും യാഥാർത്ഥ്യമാവില്ല എന്ന് നമ്മളെല്ലാം വിധി എഴുതിപ്പോയ പദ്ധതികളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി. കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ക്ഷേമ പെൻഷൻ, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ വലിയ മാതൃകയാണ് രാജ്യത്തിന് മുന്നിൽ നിൽക്കുന്നത്. പെരിന്തൽമണ്ണയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ, മേജർ ഇഷ്യൂസ് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പെരിന്തൽമണ്ണയിൽ ശശികുമാർ MLA ആയിരുന്ന കാലത്തല്ലേ മർമ്മപ്രധാനമായ വലിയ പദ്ധതികൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു? അതിനുശേഷം ഏതെങ്കിലും അർത്ഥത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്താണ് എന്നാണ് പറയുക. മലപ്പുറം ജില്ലയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിനിധീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി നോക്കൂ. കിഫ്ബിയുടെ ഏറ്റവും കൂടുതൽ ധനം ചെലവഴിച്ച മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവഴിച്ച നവീകരിച്ച മണ്ഡലം മലപ്പുറം ജില്ലയിലാണ്. അപ്പോ ഭരണപ്രതിപക്ഷം നോക്കിയിട്ടല്ല, ആ പ്രദേശത്തിന്റെ വികസന സാധ്യതക്ക് അവിടുത്തെ ജനപ്രതിനിധി ഏത് തരത്തിലാണോ ഗവൺമെന്റിൽ ഇടപെട്ടത് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത് ആ ജനപ്രതിനിധികൾ ആലോചിച്ചാൽ അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുണ്ടായിരുന്ന ഗവൺമെന്റ്. അത് എത്ര കണ്ട് പെരിന്തൽമണ്ണയിലെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ജനം ഈ തെരഞ്ഞെടുപ്പിൽ അത് വിധി എഴുതുന്നതിന് മുമ്പ് വലിയ ചർച്ച, കേരളത്തിന്റെ വികസനത്തിന്റെ ചർച്ച, കേരളത്തിലെ 10 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന കേരളത്തിലെ ഗവൺമെന്റിനെ വിലയിരുത്തും. ആ 10 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കാലത്തെ ആരോഗ്യ, വിദ്യാഭ്യാസ, വൈദ്യുത, പെൻഷൻ മേഖലകൾ വിലയിരുത്തും. 10 വർഷക്കാലം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യ, വിദ്യാഭ്യാസ, വൈദ്യുത മേഖലയും അവർ വിലയിരുത്തും. കേരളത്തിലെ റോഡുകളുടെ നിലവാരം നോക്കുന്നു. നടപ്പാവില്ല എന്ന് പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാകുന്നു. ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ജീവിതത്തിൽ ഇന്നേ വരെ 10-20 വർഷക്കാലം ജനപ്രതിനിധിയായി എതിരാളികൾക്ക് പോലും 1 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള ഇടവരുത്താത്ത, കളങ്കരഹിതമായി ആളുകൾക്കിടയിൽ ഇടപെട്ടിട്ടുള്ളത് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് പെരിന്തൽമണ്ണയിലെ ജനവിഭാഗത്തിന്റെ മുന്നിൽ ഞാൻ നിങ്ങൾക്കിടയിലുള്ള ഒരാളാണ്. ഞാൻ ചാനൽ മുറിയിൽ നിന്ന് വന്നൊരു രാഷ്ട്രീയക്കാരനല്ല. ഞാൻ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയായി വന്ന രാഷ്ട്രീയക്കാരനല്ല. ഞാൻ വന്നിട്ടുള്ളത് സാധാരണ ജനവിഭാഗങ്ങളോടൊപ്പം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചു വന്നയാളാണ്. ഒരു കർഷകനാണ്. കൃഷി ഉപജീവന മാർഗമാക്കി അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ സംഘടിപ്പിച്ച് അതിലൂടെ കടന്നു വന്ന ഒരാൾ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എന്നെ അസസ് ചെയ്യാം, എന്നെ നിങ്ങൾക്ക് വിലയിരുത്തി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിപ്പിക്കാൻ നിങ്ങളുടെ പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് എല്ലാവരോടും വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനം. ഇറ്റ്സ് ഡയമണ്ട് ടൈം നൗ. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന
ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് കാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.